ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു ക്ലീൻ വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ബാത്റൂമിൻ്റെ ഒരു വീക്ക്ലി ക്ലീനിങ് റുട്ടീനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ഒരു 4-5 ഡേയ്സ് ഒക്കെ കൂടുമ്പോഴാണ് നമ്മളുടെ വാഷ്റൂം ക്ലീൻ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലോ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒരു ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ വേണം അല്ലേ. അപ്പം അത് ആവശ്യമുള്ളതൊക്കെ നമ്മളുടെ ഈ ഒരു ക്ലീനിങ് ബാസ്ക്കറ്റിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വാഷ്റൂം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഓൾ പർപ്പസ് ക്ലീനർ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നോക്കിയാൽ അത്യാവശ്യം മെസ്സി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ വാഷ് ബേസിനും ഒക്കെ ഒരു 3-4 ഡേയ്സ് ഒക്കെ ആയിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട്. ഇതെന്റെ ചെറിയ ആള് കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന വാഷ്റൂമാണ്. ഇതൊരു ചെറിയ വാഷ്റൂമാണ്. ഇവിടെ ഈ ഒരു ബാത്തിങ് ഏരിയയിലായിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ള ഡിവൈഡർ ഉണ്ടെങ്കിലും അവിടെ നിന്ന് പുറത്തേക്ക് വെള്ളം തെറിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു താഴെ ഭാഗം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ വെറ്റായിട്ട് കിടക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ടോയ്ലറ്റ് ബൗളും അതിൻ്റെ അടുത്തുള്ള ഒരു ബേസിനും ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓൾ പർപ്പസ് ക്ലീനർ ഉപയോഗിച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് സ്പ്രേ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി കുറച്ച് സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കിനും ഇത് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ ഡേർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാനും പറ്റും. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് മിറർ ക്ലീൻ ചെയ്യാൻ മിക്കവാറും എല്ലാ വാഷ്റൂംസിലും ഒരു മിറർ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഗ്ലാസ് ക്ലീനർ ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഫസ്റ്റ് തന്നെ ഞാനൊരു തുണി വെച്ചിട്ട്, അതായത് നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. അതിന് നല്ലതുപോലെ വൈപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഡ്രൈ ക്ലോത്ത് കൊണ്ട് ഒന്നും കൂടി വൈപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ പേപ്പർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. എനിക്ക് പലപ്പോഴും ഈ പേപ്പറൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കിനും തോന്നിയിട്ടുള്ളത്, നമ്മൾ ഓൾറെഡി അതിൽ ഗ്ലാസ് ക്ലീനർ ഒന്ന് കൊടുക്കുന്നുണ്ടല്ലോ, ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഈ പേപ്പർ കൊണ്ട് ചെയ്യുമ്പോഴത്തേനും ആ പേപ്പർ പിന്നെ കുതിരുന്ന് പിന്നെ അതിങ്ങനെ അടർന്ന് വീഴുന്നൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ കൂടുതലും ഞാൻ ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ് ഉപയോഗിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് തന്നെ 2 തരത്തിൽ കിട്ടും. ഒരെണ്ണത്തിൽ പെട്ടെന്ന് ഇങ്ങനെ നൂല് നല്ലതുപോലെ പുറത്തേക്ക് വരും. അപ്പോൾ അതിങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യം ഈ മിറർ ഇങ്ങനെ വൈപ്പ് ചെയ്യുന്നു അന്നേരം എല്ലാം നൂലിങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഡിവൈഡർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഡിവൈഡറിൽ ഗ്ലാസും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഞാൻ ഈ ഒരു ഗ്ലാസ് ക്ലീനറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഗ്ലാസ് ക്ലീനർ 2 സൈഡിലും അടിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ലോത്ത് ഇപ്പോൾ ഒന്ന് വെറ്റായിട്ടുണ്ടാവുമല്ലോ, ആദ്യം യൂസ് ചെയ്ത ക്ലോത്ത്, അതുകൊണ്ട് നല്ലതുപോലെ വൈപ്പ് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മളുടെ മറ്റേ ഡ്രൈ ക്ലോത്ത് വെച്ച് ഒന്നും കൂടെ വൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പം അതിൻ്റെ ഒരു പണിയും കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ഈ വാഷ് ബേസിനാണ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. വാഷ് ബേസിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ജിഫാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് ജിഫ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി അത് നല്ലതുപോലെ ക്ലീൻ ആയതുപോലെ തോന്നാറുണ്ട്. അത് കാരണം ജിഫ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ആ ഒരു വാഷ് ബേസിനും അതേപോലെ ആ പൈപ്പിൻ്റെ ഏരിയയും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ആ ഒരു വാഷ് ബേസിൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ള വോളൊക്കെ ഉണ്ടല്ലോ, അതിനെയും ഒന്നൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ നമ്മൾക്ക് വെള്ളം ഒഴിച്ചും കഴുകുവാണ്. വൈപ്പ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ വൈപ്പ് ചെയ്യുമ്പോൾ പിന്നെ ഓരോ പ്രാവശ്യവും നമ്മളിത് ചെയ്യണ്ടേ. വെള്ളം ഒഴിക്കുമ്പോഴത്തേനും പെട്ടെന്ന് അതങ്ങ് ക്ലീൻ ചെയ്തെടുക്കാമല്ലോ. ആ സോപ്പിൻ്റെ അംശമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് അങ്ങ് പോയിക്കോളും. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പോകുവാണല്ലോ. പിന്നെ നമ്മൾക്ക് ഈ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വാഷ് ബേസിൻ്റെ തൊട്ടടുത്തായിട്ടോ താഴെയായിട്ടോ ഒരു ബ്രഷ് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയ യൂസ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്തൊക്കെ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു വീക്ക്ലി ക്ലീനിങ്ങിന് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഞാൻ അതിനെ ഒന്ന് വൈപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വാഷ് ബേസിൻ അങ്ങനെ എപ്പോഴും വൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവിടെ എന്തായാലും വെള്ളം വീഴും. അപ്പോൾ ഞാൻ ആ സൈഡ് മാത്രം ഒന്ന് വൈപ്പ് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊർന്നിങ്ങനെ നിൽക്കുന്ന പോലത്തെ ആ ഒരു പാട് വരുമല്ലോ, അതുകൊണ്ട് മാത്രം അതിന്റെ പുറത്തെ ഭാഗമാണ് മെയിനായിട്ട് വൈപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അതിനോട് ചേർന്ന ആ ഒരു വോളും പൈപ്പും കൂടി നമ്മൾ വൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ആദ്യം ആ ഒരു ഓൾ പർപ്പസ് ക്ലീനർ വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ടോയ്ലറ്റ് ബൗളും അതിൻ്റെ അടുത്തുള്ള ബേസിനും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇനി അതൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടൊരു ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബൗളിൻ്റെ മുകളിലുള്ള ആ ഒരു ലിഡും അതേപോലെ ആ ഒരു റിങ്ങും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അതേപോലെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സാധാരണ ഒരു ടോയ്ലറ്റ് ബൗളിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലഷ് ചെയ്യുവാണ് ചെയ്യുന്നത്.
അതേപോലെ അതിൻ്റെ ആ ഒരു ഫ്ലഷ് ടാങ്കിൻ്റെ മുകളിലുള്ള ഭാഗവും സൈഡും ഒക്കെ നമ്മളൊന്ന് ഈ ബ്രഷ് വെച്ച് തന്നെ ആ ഒരു ചെറിയ ബ്രഷ് വെച്ച് തന്നെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ അടുത്തുള്ള ഒരു ബേസിൻ ഉണ്ടല്ലോ, അതും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പൈപ്പും ആ ഒരു സൈഡ് ഏരിയയും. ഇതിൻ്റെ രണ്ടിൻ്റെയും കാര്യം കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബ്രഷിൻ്റെ ആവശ്യം അധികം ഇല്ല. ഇനി നമുക്ക് ആ ഒരു ബ്രഷ് ഒന്ന് വാഷ് ചെയ്തിട്ട് അതിനെ മാറ്റി വെക്കാം. അപ്പം ഞാൻ ആ ഒരു ബ്രഷ് അതിൻ്റെ അടുത്തുള്ള ഒരു ബേസിനുണ്ടല്ലോ അവിടുത്തെ വെള്ളത്തിൽ കാണിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫ്ലഷ് ടാങ്കിൻ്റെ സൈഡൊക്കെ നമ്മൾ ആദ്യം ഒന്ന് സ്പ്രേ ചെയ്ത് വെച്ചതിന് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വൈപ്പ് ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ. അത് നമ്മൾ ആ ഒരു വെള്ളം അതിൻ്റെ അടുത്ത് തന്നെ പൈപ്പ് ഉണ്ടല്ലോ അതും കൊണ്ട് ഫുൾ വെള്ളം സ്പ്രേ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സോപ്പിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് താഴോട്ട് പോയിക്കോട്ടെ. ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ളതാണല്ലോ. ഇവിടെ ഞാൻ ഈ ഒരു ബൗൾ ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ ഒരു ഹാർപ്പിക്കിൻ്റെ ഒരു ടോയ്ലറ്റ് റിം ബ്ലോക്ക് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് വെക്കുമ്പോഴത്തേക്കിനും ഉള്ള ഒരു ഹെൽപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഡെയിലി ക്ലീൻ ചെയ്യണം എന്നൊന്നും ഇല്ല. ഇത് ഓട്ടോമാറ്റിക്കലി കുറച്ച് ക്ലീൻ ആവും. ഒന്നെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള റിം ബ്ലോക്സ് യൂസ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഫ്ലഷ് ടാങ്കിന് അകത്തിടാൻ പറ്റുന്ന പോലത്തെ സംഭവം വാങ്ങാനായിട്ട് കിട്ടും. ഇതേപോലെയാണ് ഇതിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിലാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഫ്ലഷ് ചെയ്യുമ്പോഴത്തേക്കിനും ഒരു ചെറിയ എമൗണ്ടിൽ ഇതിങ്ങനെ മെൽറ്റായിട്ട് ആ ഒരു സോപ്പിന്റെ വെള്ളം പോലെ ഇതിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ ഈ ഒരു ഓൾ പർപ്പസ് ക്ലീനർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് താഴെയെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ കുറച്ച് ഹാർഡായിട്ടുള്ള ബ്രസിൽസ് ഉള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് ഫ്ലോർ എല്ലാം നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ബ്രഷാണ് നല്ലത് ഫ്ലോർ ക്ലീൻ ചെയ്യാനായിട്ട്. എൻ്റെ കയ്യിൽ മുൻപ് അങ്ങനത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ടൈം ഞാൻ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള നമ്മൾക്ക് വാഷ്റൂംസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഈ ഗ്രൗട്ടിൻ്റെ അവിടെയൊക്കെ ഉണ്ടല്ലോ അത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് പോലെ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ഒരെണ്ണം വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതാവുമ്പോൾ നമ്മളൊന്ന് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൗട്ടൊക്കെ ഒന്ന് ക്ലീൻ ആയി കിട്ടും. അത് കഴിഞ്ഞിട്ട് അവിടെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു വൈപ്പർ വെച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ എടുത്ത് വിടുന്നുണ്ട് കേട്ടോ. ആ ഒരു വൈപ്പർ കൊണ്ട് അത് നല്ലതുപോലെ ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ള മോപ്പ് കൊണ്ട് ഒന്നും കൂടി ഒന്ന് വൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് അധികം അങ്ങനെ കാറ്റും അതേപോലെ സൺലൈറ്റ് ഒന്നും കയറുന്നതല്ല ഈ വാഷ്റൂമിൽ. അപ്പം ഒരുപാട് സമയം എടുക്കും ഇത് ഡ്രൈ ആവാനായിട്ട്. അതുകൊണ്ടാണ് ഒരു ഡ്രൈ ആയിട്ടുള്ള മോപ്പ് കൊണ്ട് ഒന്ന് വൈപ്പ് ചെയ്യുന്നത്. പിന്നെ ഡോറ് കുറച്ച് നേരം ഒന്ന് തുറന്നൊക്കെ ഇടും. പിന്നെ അതിൻ്റെ അടുത്തുള്ള റൂമിൽ AC ഇട്ട് കഴിഞ്ഞാലും ഈ വാഷ്റൂമിനുള്ളിൽ നിന്നുള്ള ഈ ഒരു വെള്ളം കുറച്ചും കൂടി സ്പീഡായിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരത്തേക്കിനും അത് വെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ചവിട്ടി കയറുമ്പോഴത്തേക്കിനും വീണ്ടും അഴുക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ആയിട്ട് വന്ന് കയറും. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫ്ലോർ ഒന്ന് ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ വേസ്റ്റ് ബിന്നിൽ നേരത്തെ ഉണ്ടായിരുന്ന കവർ മാറ്റിയിട്ട് വേസ്റ്റ് ബിന്നിലെ കവർ ഒന്ന് മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുൻപുണ്ടായിരുന്ന ടവലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടവലും കൊണ്ടിടാം. പിന്നെ അതേപോലെ നമ്മൾക്കൊരു ഫ്രഷ്നർ വെക്കുന്നുണ്ട് ആ ഒരു ഫ്ലഷിൻ്റെ മുകളിലായിട്ട്. പിന്നെ ഒരു ടിഷ്യൂ റോളും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഓൾറെഡി അവിടെ ടിഷ്യൂ റോൾ ഉണ്ടെങ്കിലും നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്നതിന് മുൻപായിട്ട് അതെടുത്ത് മാറ്റാട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വരുമ്പോഴത്തേക്കിനും ഈ ടിഷ്യൂ റോളൊക്കെ ഫുൾ വെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും നമ്മളുടെ ഒരു വീക്ക്ലി ക്ലീനിങ് റുട്ടീൻ കഴിഞ്ഞിട്ടുണ്ട്. വീക്ക്ലി അല്ലെങ്കിൽ ചിലപ്പോൾ വീക്കിലി 2 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 4-5 ഡേയ്സ് ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ വാഷ്റൂം ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നല്ല വൃത്തിയായിട്ടുണ്ടാവും. ഇനി ഇതല്ലാതെ ഇപ്പം 2 വീക്സ് കൂടുമ്പോഴും അതേപോലെ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 1 പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് നമ്മൾക്ക് പൈപ്പ് ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അതൊന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എല്ലാ വീക്കിലും അത് ചെയ്യുന്നത്
അത് ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അതൊന്നും വീക്ക്ലി ക്ലീനിങ് റുട്ടീനിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾക്കൊരു വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ക്ലീനിങ് റുട്ടീനിലൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പം ഈ ഒരു വീഡിയോ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഹെൽപ്ഫുൾ ആയിട്ട് ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അതല്ലാതെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് എനിക്കും മുൻപ് വാഷ്റൂംസ് ക്ലീൻ ചെയ്യണമെന്നും അങ്ങനെ കാര്യമായിട്ട് അറിയത്തൊന്നും ഉണ്ടായിരുന്നില്ല, അതായത് എൻ്റെ ഒരു ജീവിതം തുടങ്ങിയ സമയത്ത്. അപ്പോൾ അതേപോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉടനെ തന്നെ കാണുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.